വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഓലനാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ പിന്നെ ആ ഒരു സദ്യയുടെ കൂട്ടത്തിൽ ഈ ഓലൻ നല്ലൊരു ഡിഷാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തേലും മെമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് സാധനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. ഒരു 2 ചെറിയ പീസ് കുമ്പളങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് വൻപയറാണ്. വൻപയർ ഞാനൊരു സ്വല്പം ഉപ്പിട്ടൊന്ന് കുറച്ചൊന്ന് വേവിച്ച് വെച്ചേക്കുവാണേ. പിന്നെ 2 പച്ചമുളക്, പിന്നെ തേങ്ങാപ്പാലാണ് വേണ്ടത്. 2 പാലും 1 പാലും. ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ 2 പാലില്ലേ, തേങ്ങയുടെ 2 പാല് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. നമ്മൾ ആ പയറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുവാണേ, അതുകൊണ്ട് നമുക്ക് ഈ കുമ്പളങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കണേ. നമ്മുടെ കുമ്പളങ്ങ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ ഒരു 2 പാൽ ഒഴിച്ചാൽ നമ്മൾ വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുക്കുക. അത് ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുവാണേ, അതുകൊണ്ട് പിന്നെ ഈ സമയത്ത് ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ 1 പാലില്ലേ, 1 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സമയം കുറച്ച് കറിവേപ്പില, ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണേ. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ സദ്യക്ക് വിളമ്പാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ തേങ്ങാപ്പാലിലൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു രുചിയും ആ ഒരു പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.